സഹസ്രാബ്ദ വാഴ്ചയിൽ നല്ല കാലാവസ്ഥയായിരിക്കും. ഇന്ന് കാലാവസ്ഥയൊക്കെ മാറ്റം വന്നല്ലോ. നമ്മുടെ ചെറുപ്പകാലത്തെ കാലാവസ്ഥയല്ലല്ലോ ഇപ്പോ. സഹസ്രാബ്ദത്തിൽ നല്ല കാലാവസ്ഥ വരും. നല്ല കാലാവസ്ഥ വരാൻ കാരണം എന്നറിയാവോ? യെശയ്യാവിൽ പ്രവചനമുണ്ട്. യെശയ്യാവ് 4:5 പെട്ടെന്നൊന്ന് വായിക്കാവോ? എന്താണ് നല്ല കാലാവസ്ഥ വരാൻ കാരണം? പെട്ടെന്ന് വായിച്ച്. നല്ല കാലാവസ്ഥ വരാൻ കാരണം എന്നാ? സകല വാസസ്ഥലത്തിന്മേലും. ശ്രദ്ധിക്കണം, പകലിന് ഒരു മേഘവും പുകയും സൃഷ്ടിക്കും. ശ്രദ്ധിക്കുക, സകല തേജസ്സിനും മീതെ. മതി മതി മതി. സഹസ്രാബ്ദ കാലത്ത്, മഹാപീഡന കാലത്ത് കേടുവന്നു പോയാൽ മാറ്റിക്കളഞ്ഞ ആ ആകാശപ്പാളിയെ ദൈവം പുത്തനാക്കി സൃഷ്ടിക്കും. എന്നിട്ട് ആകാശപ്പാളികൾക്കെല്ലാം ഒരു പുതുമയങ്ങ് നൽകുന്നതിനാൽ നല്ല കാലാവസ്ഥയായിരിക്കും. സൂര്യന്റെ പ്രകാശം 7 മടങ്ങ് വർദ്ധിക്കും, ചൂട് കൂടൂല. അതുകൊണ്ട് ഈ വൃക്ഷലതാദികളൊക്കെ നന്നായിട്ട് തഴച്ച് പൂത്ത ഫലം കായ്ക്കും. അന്ന് കശുമാവ് ഉണ്ടെങ്കിൽ കശുവണ്ടി പറിച്ച് മനുഷ്യൻ മടുക്കും. കൊല കുത്തി ഉണ്ടായി കിടക്കണം. മാവേല്, മാങ്ങ, പ്ലാവേല്, ചക്ക, കശുമാവേല്, കശുവണ്ടി, പിന്നെ ആപ്പിള്, ഓറഞ്ച്, മാതള നാരങ്ങ, മുന്തിരി, കൈതച്ചക്ക, ഗോതമ്പ്, നെല്ല്, ചോളം, തന, പിന്നെ എന്തുവാ പറഞ്ഞു, ഒരു കപ്പയുടെയൊക്കെ വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂണിൻ്റെ വണ്ണത്തേക്ക് വലിയ വണ്ണമായിരിക്കും. ഈ തൂണൊന്നും അല്ല, ഒരു തെങ്ങിൻ്റെ വണ്ണെങ്കിലും കാണും ഒരു കപ്പയ്ക്ക്. ഇന്ന് എത്ര കിലോ ഉള്ള കപ്പ വരെ പറിക്കുന്നു. എന്നിട്ടാണ് യേശു വാഴുമ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കപ്പയൊക്കെ പറിക്കണമെങ്കിൽ വലിയ മരം വെട്ടാൻ നേരത്തെ ചുറ്റും മണ്ണ് മാറ്റുന്നത് പോലെ ആളുകളിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് പറിക്കണത്. പറിച്ച് പൊന്തി വരുമ്പോൾ എത്ര കിലോ കപ്പയെന്നറിയാമോ? ഒരു കപ്പ എടുത്തു വെച്ചാൽ തന്നെ പല ദിവസം തിന്നാൻ കാണുമെന്ന്. തെങ്ങിൻ്റെ വണ്ണത്തിൽ തൂണിൻ്റെ വലിപ്പമുള്ളൊരു കപ്പയുണ്ടെങ്കിൽ എത്ര ദിവസം തിന്നാം? സ്തോത്രം, ഹല്ലേലൂയ. നന്നായി ഭൂമി വിളഞ്ഞുലയും സഹസ്രാബ്ദത്തിൽ. അത് ദൈവം അന്തരീക്ഷത്തിന് മാറ്റം വരുത്തുന്നതിനാല. തക്ക സമയത്ത് മഴ പെയ്യും, മുൻമഴ പെയ്യും, അപ്പം കൃഷി ഇറക്കും. കൃഷി ഇറക്കി കഴിഞ്ഞാൽ പിന്മഴ പെയ്യും. തക്ക സമയത്ത് ഫലമെടുക്കാം. അന്ന് മരുന്നടിച്ചുകൊണ്ട് നടക്കണ്ട. അന്ന് ജൈവവളങ്ങൾ വേണ്ട, രാസവളങ്ങൾ വേണ്ട, കീടനാശിനികൾ വേണ്ട, കീടങ്ങളൊന്നുമില്ല. പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, ഈ വിഷാണുക്കളകന്ന് വനം ശുദ്ധമായിടും, അന്ന് വനം ശുദ്ധമായിടും. കണ്ടോ, വിഷാണുക്കളൊക്കെ അകന്ന് ഈ വാനം ശുദ്ധമായിടുന്ന്. ഇനി ശ്രദ്ധിക്കുക, ദൈവം അങ്ങനെ ഒരു പുതിയ ആകാശത്തെട്ട് നിർമ്മിച്ചെങ്കിലും അതും തൽക്കാലത്തേക്ക്. 1000 കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് 1000 കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഒരു ഹല്ലേലൂയ പറ. 1000 കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എബ്രായർ 12:26 മുതൽ വായിച്ചേ. അതും തൽക്കാലത്തേക്ക്, 1000 കൊല്ലത്തേക്ക് വേണ്ടി ചെയ്യണതാ. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴും ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. ഇനി ദൈവം രണ്ടിനെ ഇളക്കാൻ പോകുന്ന എന്നവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ ആകാശത്തെ ഇളക്കൂന്നുള്ള വാഗ്ദത്തം ആർക്കാ? ദൈവമക്കൾക്കുള്ള വാഗ്ദത്തം. പാപി അത് കേട്ടാ പേടിച്ചു പോകും, നമ്മൾ അത് കേട്ടാ സന്തോഷിക്കും. അതതിന്റെ പ്രത്യേകത. നമുക്കാ വാഗ്ദത്തം. വായിച്ചേ. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് ഇളക്കമില്ലാതെ എന്നേക്ക് നിലനിൽക്കുന്നത് പുതിയ ആകാശഭൂമികളാ. അതുവരെ ഉള്ളതെല്ലാം ഇളകാനുള്ളതാണ്. നിർമ്മിതമായ ഇളക്കം ഉള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതും ഇളകാനുള്ളതാണ്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുതിയ ആകാശഭൂമികൾ ആവിർഭവിക്കുന്നതിന് മുമ്പ് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിൽ പറഞ്ഞതിന് നിവൃത്തിയാണ്. ആകാശം ചുട്ടൊഴിയുമെന്ന് പറയുന്നത്. അങ്ങനെ ഇളക്കമുള്ളതെല്ലാം ഇളക്കി കളഞ്ഞിട്ട് ഇളക്കമില്ലാത്തത് ഇവിടെ പണിയോളൂ. വലിയ വലിയ പാലങ്ങൾ പണിയുമ്പോൾ
വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഇളക്കമുള്ളതെല്ലാം ഇളക്കിക്കളഞ്ഞിട്ട് ഇളകാത്ത പാറയിൽ നിന്നാണ് പണി തുടങ്ങണേ. ഇളകുമെന്ന് നോക്കൂ, അത് ഇളകുന്നില്ല, അന്ന് ഇനി ഇവിടുന്ന് പണി തുടങ്ങാം. ഇതുപോലെ ഇളക്കമുള്ളതിനെ എല്ലാം ഇളക്കിക്കളയും, എന്നിട്ട് ഒരു നാളും ഇളകാത്തത് ദൈവം സ്ഥാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരങ്ങ് ഇളകാതെ ഇരിക്കുക ദൈവസന്നിധിയിൽ. ഒന്ന് ഇളക. സ്വത്രം, സ്വത്രം, സ്വത്രം. ഈ ഭൂമി പോലും കിടുകിട വരയ്ക്കണം ദൈവത്തിന്റെ മുൻപിൽ. ആമേൻ, ആമേൻ. ദൈവമക്കള് ദൈവത്തിന് മുൻപാകെ ഇളകി ആരാധിക്കണം. പിശാചുവാദിച്ച് ഇളകല്ല. ദൈവാത്മാവ് വരുമ്പോൾ ദാവീദ് നൃത്തം ചെയ്യുന്ന പെട്ടകത്തിന്റെ മുൻപിൽ ഇതുവരെ നൃത്തം ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ മരിക്കണേക്കാളും ഒരിക്കലെങ്കിലും നൃത്തം ചെയ്തോളൂ. അങ്ങനെ വേദപുസ്തകത്തിൽ ഉപദേശമുണ്ട്. എന്മനമേ യഹോവയെ, എൻ്റെ സർവാന്തരംഗം എൻ്റെ വിശുദ്ധനാമത്തെ. എൻ്റെ സർവാന്തരംഗം എന്നുള്ളതിനെ എൻ്റെ എല്ലാ അവയവങ്ങളും എന്ന ഇംഗ്ലീഷ് ബൈബിളിലെ മൂലഭാഷയിൽ. ഒരു വിശ്വാസിയുടെ എല്ലാ അവയവങ്ങളും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നൃത്തം ചെയ്യാതെ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മരിക്കണേക്കാളും ഒരിക്കലെങ്കിലും ചാടി ആരാധിക്കണം. നീ ചാടി ആരാധിച്ചാൽ നിന്റെ രോഗം അങ്ങ് പോകും. രോഗമാണല്ലോ നിന്നെ പേടിച്ചിരുന്ന രോഗം കൊണ്ട് നടക്കാം. വരുന്നിടത്ത് വെച്ച് കാണാൻ ഏറിയാ ഞാൻ ജാഗുവായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ എങ്ങനെ ചത്തേക്കാന്ന് പറഞ്ഞ് ചാടിക്കുക. ആത്മാവിൽ ചുമ്മാ ചാടരുത്, ആത്മാവിൽ ചാടണം. അപ്പം രോഗാത്മാവ് വിട്ടുപോകും. രോഗാത്മാവിന് മനസ്സിലാകും ഇവൻ്റെ ശരീരത്തിൽ ഇവളുടെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ചാടുക, പോകാം, അനങ്ങാതിരിക്കുന്ന അമ്മച്ചിയുടെ അടുത്തേക്ക് പോവാം. രോഗത്തെ ഓടിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത്. ഡോക്ടർ പറയുന്ന വിദ്യയല്ല ഇത്. ഡോക്ടർ പറയുന്ന ആളുകൾ വിശ്വസിക്കും, ദൈവം പറയുന്നത് വിശ്വസിക്കില്ല. ഡോക്ടറെ കാണാൻ കയറി ചെല്ലുമ്പോൾ ആരോഗ്യത്തോടെ കയറി ചെല്ലുന്നത്, പരിശോധന കഴിഞ്ഞ് റിസൾട്ട് മേടിച്ച് ഇറങ്ങി വരുമ്പോൾ കയ്യാൽ ഒരാൾ പിടിക്കണം, പേടിച്ചു പോയി. ഡോക്ടർ പറയാ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന പൂവമ്പഴം തിന്നരുത്. ഞാൻ പറയണേ അന്ന് 1/2 കിലോ പൂവമ്പഴം തിന്നണം. അതാ വിശ്വാസം. ചിലക്ക് വേണ്ട പണമുണ്ട്, അല്ലേല് കയ്പ് നീരും കുടിച്ചോണ്ടിരിക്കുക, രാവിലെ ട്രൗസർ ഇട്ട് റോഡ് സൈഡിൽ കൂടെ ഓടുക. നീ ദൈവസന്നിധി ശരിക്കൊന്ന് ആരാധിച്ച് രാവിലെ ഓടേണ്ടി വരില്ല. ഇത് ആരാധിക്കാത്തവരെ ഓടുക രാവിലെ. ഞങ്ങളെ ഓടാൻ കിട്ടത്തില്ല, ഞങ്ങളുടെ വ്യായാമം ആരാധനയില്ല. ഇവിടെ വയർത്താ പിന്നെ രാവിലെ കിടന്ന് ഉറങ്ങാൻ കുഞ്ഞേ. എന്തിനാ റോഡ് സൈഡിൽ കൂടി ഓടി സൂട്ടിച്ചില് വണ്ടി ഇടിച്ച് ചത്ത്? സ്വത്രം. നമ്മുടെ വ്യായാമം ദൈവസന്നിധി നടത്തിക്കൊള്ളും. ആരും അടങ്ങിയിരിക്കരുത്. ഇവിടുത്തെ ചെറുപ്പക്കാരി പ്രായമുള്ളവരൊക്കെ മിരിയാം എന്ന പ്രവാചകി തപ്പെടുത്ത് ദൈവത്തെ ആരാധിച്ചു. ആമേൻ. മിരിയാമിനെയൊക്കെ പ്രായം കൂടി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയണില്ല ആരാധിക്കാൻ. മിരിയാമിന് എത്ര വയസ്സായെന്ന് അറിയാമോ? അന്ന് ഏറ്റവും കുറഞ്ഞത് 92 വയസ്സുണ്ട്. അത്ര വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ശക്തിയോടെ ആരാധിക്കണം. അപ്പോൾ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ആകാശം ചുട്ടഴിയും. മനസ്സിലായല്ലോ? എന്നാൽ അത് സംഭവിക്കണേക്കാളും മുമ്പ് ആകാശത്തിന് വരുന്ന മാറ്റങ്ങളും പറഞ്ഞു. മഹാപീഡന കാലത്ത് ഒരു തട്ട് മാറും, അതിന് പകരം പുതിയ തട്ട് സഹസ്രാബ്ദത്തിൽ പണിയും. അതും ഇളക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? അതും ഇളക്കാനുള്ളതാണെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇളക്കമില്ലാതെ സ്ഥാപിക്കാൻ. എന്നാൽ പത്രോസിൽ പറയുന്നത് നമ്മുടെ തർജ്ജമയിൽ ആകാശം എന്നാ. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ആകാശം ചുട്ടഴിയും എന്നാണ് നമ്മൾ വായിച്ചതല്ലേ? അല്ലേ? ആകാശം എന്ന ഏകവചനല്ലേ മലയാളത്തില്? മറ്റു ഭാഷാന്തരം നോക്കി ആകാശം എന്ന ഏകവചനം മലയാളത്തിൽ തെറ്റാ. ആകാശങ്ങൾ എന്ന പത്രോസ് എഴുതിയേ മലയാളത്തിൽ ഒരു തർജ്ജമ പക്ഷേ അത് ആകാശങ്ങൾ എന്ന് ബഹുവചന പത്രോസ് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ പുതിയ ആകാശം വരുന്നതിനേക്കാൾ മുമ്പ് നിലവിലുള്ള എല്ലാ ആകാശത്തട്ടുകളെയും ദൈവം ഇളക്കി മാറ്റും. ആകാശം ചുട്ടഴിയുന്നല്ല, ആകാശങ്ങൾ ചുട്ടഴിയും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്നല്ല, ആകാശങ്ങൾ കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. എന്തിനാ? നല്ലത് കൊണ്ടുവരാൻ. മോശമുള്ളതൊക്കെ മാറ്റിയിട്ടാ നല്ലത്. ഹല്ലേലൂയ. പുതിയ മനുഷ്യനായിട്ട് വേണം സ്നാനപ്പെടാൻ. എല്ലാ പാപജീവിതവും ഉപേക്ഷിക്കണം. എന്നിട്ട് വേണം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. അല്ലാതെ കുറച്ച് ബീഡി മാത്രം സൂക്ഷിച്ചിട്ട് ബാക്കിയൊക്കെ കളഞ്ഞിട്ട് വരരുത്. സ്നാനം കഴിഞ്ഞ പാസ്റ്റർ വിശുദ്ധ വിമനത്തിൽ ചെല്ലുമ്പോൾ കാജാ ബീഡി നാറരുത്. അല്ലേ പറയാമോ? കളയേണ്ടതെല്ലാം കളഞ്ഞിട്ട് ഒരു പുത്തൻ ജീവിതം നയിക്കണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇത് എല്ലാം ഇങ്ങനെ സ്നാനപ്പെടാൻ നേരത്ത് ആഭരണം കൂരും, സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ ആഭരണം കിട്ടും. എന്തിനാ അത്? പാട്ടുപാടി പ്രാർത്ഥിച്ച് നരകത്തിൽ പോണേക്കാൻ നല്ലത് കള്ളു കുടിച്ചു പോകും. പാട്ടുപാടി പ്രാർത്ഥിച്ച സ്വർഗത്തിലെത്തണം. ചിലക്ക് പാട്ടുമുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്നാനമുണ്ട്, പോകണം നരകത്തിലേക്ക്.
സ്തോത്രം. ഒരു ദിവസം കർത്താവിന് വേണ്ടി ജീവിച്ചോളെങ്കിലും അത് നന്നായി ജീവിച്ചോളൂ. 80 കൊല്ലം ഉഴപ്പനായി ജീവിക്കണേക്കാൾ നല്ലത് ഒരു ദിവസം നന്നായി ജീവിക്കണം. 1000 പുസ്തകത്തിന്റെ ഓരോ പുസ്തകത്തിന്റെ ഓരോ പേജ് വായിക്കണേക്കാൾ നല്ലത് ഒരു പുസ്തകം മുഴുവൻ വായിക്കണം. 100 വാഴക്കുഴി കുത്താൻ ഇറങ്ങി ഓരോ വാഴക്കുഴിയും കുത്തിയപ്പോൾ ഓരോ തൂമ്പ മണ്ണെടുത്തിട്ടുള്ളൂ. വല്ല കാര്യമുണ്ടോ? അതിൽ നല്ല ഒരു വാഴക്കുഴി കുത്തുന്നതാ. കുറെ കാര്യങ്ങൾ ഉഴപ്പി ചെയ്യണേക്കാൾ നല്ലത് ചെയ്യണത് നന്നായി ചെയ്യണതാണ്. സഭായോ മുടക്കി അല്ലെങ്കിൽ സ്വോത്രം പറയാതെ പെന്തക്കോസുകാരനാ ജീവിക്കണേക്കാൾ നല്ലത് കള്ളു കുടിച്ചിട്ട് നരകത്തിൽ പോണതാ. ഹല്ലേലൂയ. പെന്തക്കോസുകാരനായാൽ വെട്ടിയിട്ടാൽ തെറിക്കണം. ഒന്നുകിൽ കുറുപ്പിന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. നമ്മൾ നനഞ്ഞ് നിറങ്ങിയതാണ് ഈ കുളിച്ചാ കയറാവുള്ളൂ. നമ്മളുടെ പേര് പെന്തക്കോസുകാരനാ. സ്വോത്രം പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാരെങ്ങനെ വിളിക്കുള്ളൂ. അതുകൊണ്ട് സ്വോത്രം വാ നിറച്ചു പറ. ഇത്രയും പറഞ്ഞിട്ട് സ്വോത്രം പറയാത്തവരുണ്ടോ? ഉണ്ടോ? സ്തോത്രം. ഇനി പുതിയതിലേക്ക് വരികയാണ്. പഴയത് രണ്ടും മാറ്റിയില്ലോ, ഭൂമിയും മാറ്റി ആകാശവും മാറ്റി. ഇനി പുതിയ ആകാശം വരിക. പുതിയ ആകാശം നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ ആകാശത്തെ കുറിച്ച് യെശയ്യാവ് 65:17, യെശയ്യാവ് 66:22, 2 പത്രോസ് 3:13, വെളിപ്പാട് 21:1. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല. പുതിയത് വന്ന പഴയതാ ഓർക്കത്തില്ല. ഇനി 66:22 വായിച്ചോ. മതി. ദേശീയാവില്ല, പഴയ നിയമത്തില്ല. ഇനി പത്രോസ് 2 പത്രോസ് 3:13. പെട്ടെന്ന് വായിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം, വാഗ്ദത്തം എവിടെ? യെശയ്യാവില്ല. അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പെട്ടെന്ന് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നമ്മൾ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും കാത്തിരിക്കുന്നു. അപ്പോ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും എന്ത് വസിക്കുന്നു? എന്താ പറയാത്തെ? നീതി വസിക്കുന്നു. ഇപ്പോഴത്തെ ആകാശത്തിലും ഭൂമിയിലും എന്ത് വസിക്കുന്നില്ല? നീതി വസിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പോഴത്തെ ആകാശ മധ്യത്തിലാ സാത്താൻ ഇരിക്കണേന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആകാശത്തിൽ നീതിയില്ല. ഇപ്പോഴത്തെ ഭൂമി നീതിയില്ല. കാരണം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. പിശാചിന്റെ അധീനതയിലെ ഭൂമി കിടക്കണേ. അതുകൊണ്ട് ഇപ്പോഴത്തെ ആകാശത്തിലും ഇപ്പോഴത്തെ ഭൂമിയിലും എന്തില്ല? ഉറക്കെ പറ, നീതിയില്ല. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നീതി ഉണ്ടെന്ന് പറയാൻ കാരണം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയും പുതിയ ആകാശഭൂമിയും സൃഷ്ടിക്കുന്ന കാലത്ത് സാത്താനോ പിശാചുക്കളോ അവിടെയെങ്ങും ഇല്ല. അവരൊക്കെ നരകത്തിൽ തട്ടി. അതുകൊണ്ട് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി. സ്തോത്രം, സ്തോത്രം. വെളിപ്പാട് 21:1 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ ഭൂമിയും കണ്ടു. അപ്പൊ പുതിയ ആകാശം, നീതി വസിക്കുന്ന പുതിയ ആകാശം ദൈവം ഉളവാക്കും. ഹല്ലേലൂയ. പുതിയ ഭൂമിയെ ദൈവം ഉളവാക്കും. പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭൂമി പോയി വേറെ ഭൂമി വരിക എന്നല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭൂമി അങ്ങ് പോയിട്ട് വേറെ ഒരു ഭൂമി വരിക എന്നല്ല. ഈ ഭൂമി എന്നേക്ക് നിൽക്കേണ്ടതാണ്. ഈ ഭൂമിയെ മാറ്റിയിട്ട് വേറെ ഭൂമിയെ കൊണ്ടുവരികയല്ല, ഈ ഭൂമിയെ തന്നെ പുത്തനാക്കുക. പിഞ്ഞാണി ഉരുക്കി ഗ്ലാസ് ആക്കുന്ന പോലെ ഈ ഭൂമിയെ ഉരുക്കി പുത്തനാക്കുക. അല്ലാതെ ഇതിനെ മൊത്തം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം ഉണ്ടാക്കി കൊണ്ടുവരികയല്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് പേടി വരാതിരിക്കാൻ. ഞാനിപ്പോൾ മരിച്ചു എന്നിരിക്കട്ടെ, സംഭവിക്കുമെന്ന് പറയാം. ഇവിടെ ദൈവദാസന്മാരുണ്ട്, അവർ വന്ന് പ്രാർത്ഥിക്കും. അത് സമയമാരെ പാടും. എൻ്റെ ഭാവനയാ. അത് കഴിഞ്ഞാൽ പെട്ടിയിൽ മര്യാദയ്ക്ക് കിടക്കാൻ വേണ്ടി എൻ്റെ കൈയും കാലും തുണി കയറി കെട്ടും, താട കൂട്ടി കെട്ടും, വാ വിളിക്കാതെ. തൃശ്ശൂർക്കാർ കൊടുക്കും തമ്പി മരിച്ചു എന്ന്. എന്നിട്ട് ഇവിടുന്ന് ആംബുലൻസിൽ ഒരു പോക്കുണ്ട് അങ്ങോട്ട്. ഞാൻ പോയി, ഞാൻ സ്വർഗത്തിൽ ആനന്ദിക്കുക. കോഴിക്കുഞ്ഞ് വിരിഞ്ഞ തള്ളയോട് കൂടെ തെങ്ങിൻ്റെ ചോട്ടി ചെന്ന് നിൽക്കുമ്പോൾ മുട്ടത്തോട് കൊട്ടയിൽ കിടക്കണോന്നാ ശരീരം. ശവം കുഴിച്ചിടാൻ വരുമ്പോൾ യാത്രയപ്പയോഗം നടത്തുക എന്ന് പറയണേ. യാത്രയപ്പയോഗം ശവം കുഴിച്ചിടലല്ല, മരിക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടെങ്കിൽ യാത്ര അയക്കാം. മരിച്ച ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ ശവത്തെ യാത്ര അയക്കണം. എങ്ങോട്ടാ? ശവക്കോട്ടേട്ടാ. വേദോസം പഠിക്കാതെ പറയാ യാത്ര അയക്കാൻ വന്നേക്ക് വന്നു. ശവത്തെ
ജീവിച്ചിരിക്കുമ്പോൾ വല്ലോ ചായ മേടിച്ചു കൊടുക്ക്. ചിലരുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരു ചായ പോലും കൊടുക്കത്തില്ല, മരിക്കുമ്പോൾ കരയാൻ വരും. മിണ്ടലെന്ന് പറയണം, നീ കരയാൻ വന്നേക്കണു. ചെറുക്ക് ചത്ത് കഴിഞ്ഞാൽ ഭയങ്കര സങ്കട, കുഴിച്ചിടുന്നവര്. അത് കഴിഞ്ഞ് സാമ്പാർ കൂട്ടി വെട്ടണം, വെട്ട് കാണണം ചോറ്. മനുഷ്യരെ ബോധിപ്പിക്കാനുള്ള സങ്കടം. ഇതൊന്നും ഒറിജിനൽ സങ്കടമൊന്നുമല്ല. അപ്പനമ്മയോട് ദേഹമുള്ളവരാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് വല്ലതും ചെയ്യണ്ടേ? ഹല്ലേലൂയ. ദാവീദ് കൊച്ച് രോഗിയായി കിടന്നപ്പോൾ ഉപവസിച്ച്, കൊച്ചു മരിച്ചപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ആഹാരം കഴിച്ചു. നമ്മുടെ ആളുകൾ രോഗിയായി കിടക്കുമ്പോൾ ഫുൾ ചാപ്പാട് അടിക്കും, മരിക്കുമ്പോൾ കട്ടൻ കാപ്പി കുടിക്കൊണ്ടിരിക്കും. നേരെ തിരിച്ചാ. ഈ പുസ്തകം നമ്മുടെ ഉപദേശം. ദാവീദ് പ്രത്യാശയുള്ളവനായിരുന്നു. അവനറിയാം രോഗിയായി കിടക്കുമ്പോൾ ഒന്ന് പിടിച്ചു നോക്കാം, ദൈവം ചിലപ്പോൾ രക്ഷ തന്നാലോ കൊച്ചിന്. മരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി പട്ടിണി ഇരുന്നിട്ട് എന്നെ കാണിക്കും. നമ്മുടെ ഭാഷയിൽ ഞാൻ പറയാം, ചോറ് വിളമ്പാൻ പറഞ്ഞു, അവരും ചെട്ടിപ്പോയി ശവം കിടക്കുമ്പോൾ. സ്തോത്രം. ഈ ലോക വ്യവസ്ഥിതിക്ക് എതിരാ ദൈവിക വ്യവസ്ഥിതി. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല നമ്മൾ കണ്ണീര് തൂകണ്ടേ. ആരെ ബോധിപ്പിക്കാനാ? മനുഷ്യര് ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ കർത്താവ് മാത്രമാണ്. നിങ്ങളെനിക്ക് വിശ്വാസം ഇല്ലെന്നല്ല ഞാനീ പറയണേ. സ്തോത്രം. ഞാനൊരു പൊതു തത്വം പറഞ്ഞതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? പുതിയ ആകാശം വന്നിട്ട് പിന്നെ പുതിയ ഭൂമി വരികയാണ്. ഈ ഭൂമിയെ ദൈവം എന്ത് ചെയ്യുക? പുത്തനാക്കി എടുക്കുക. അപ്പൊ ഞാൻ മരിച്ചവിടെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു, കുഴി വെട്ടിക്കകത്ത് ശവം മറവ് ചെയ്തു, മണ്ണിട്ട് മൂടി. എല്ലാവരും വീട്ടിൽ പോയില്ലേ? കർത്താവ് 50 കൊല്ലം കഴിഞ്ഞാൽ വരുന്നെന്നിരിക്കട്ടെ. 50 കൊല്ലം കഴിഞ്ഞ കർത്താവ് വന്നെന്ന വരിയിൽ എൻ്റെ ശരീരമൊക്കെ ചീഞ്ഞു പോയില്ലേ? മണ്ണായി. ഞാൻ ഉയർക്കുന്ന സമയത്ത് ദൈവം എനിക്ക് പുതിയ ശരീരം തരുമെന്ന് പറഞ്ഞാൽ വേറെ ഒരു ശരീരം തരികയല്ല, ഈ ചീഞ്ഞുപോയ ശരീരത്തെ തന്നെ പുത്തനാക്കി തരിക. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ കല്ലറയിൽ ശരീരം ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താ? യേശുവിൻ്റെ ആ മുറിവേറ്റ ശരീരം തന്നെയാണ് അവസ്ഥ മാറി ഉയർത്തെ. ഇതുപോലെയാണ് ഭൂമിയുടെ പണിയും. ഈ ഭൂമി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ ഭൂമി ഉണ്ടാക്കി കൊണ്ടുവരുമല്ല, ഈ ഭൂമിയെ ഉരുക്കി പുത്തനാക്കി എടുക്കും. ആ ഭൂമിയിൽ സമുദ്രമില്ല. ഇന്നത്തെ ഭൂമിക്ക് 25,000 മൈൽ ചുറ്റളവും 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവുമാണ്. ഇന്നത്തെ ഭൂമിയിൽ 5 മഹാസമുദ്രങ്ങളാ. ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് മഹാസമുദ്രം, പസഫിക് മഹാസമുദ്രം, ആർട്ടിക് മഹാസമുദ്രം, അന്റാർട്ടിക് മഹാസമുദ്രം. 7 വൻകരകളാണ്. ഏതൊക്കെയാ? ഏഷ്യ വൻകര, യൂറോപ്പ് വൻകര, ആഫ്രിക്ക വൻകര, ഓസ്ട്രേലിയ വൻകര, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, അന്റാർട്ടിക്ക. എന്നാ ശരിയല്ലേ? അങ്ങനെ 7 വൻകരകളും 5 മഹാസമുദ്രങ്ങൾ അടങ്ങുന്നതാണ് ഈ ഭൂമി. ഇന്നത്തെ ഭൂമിയിൽ 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഭൂമിയിൽ 36 കോടി വെള്ള, 15 കോടിയെ കരയുള്ളൂ. അപ്പൊ 2/3 അധികം വെള്ളമാ. 51 കോടി 36 വെള്ള, 15 കരയുള്ളൂ. അപ്പൊ 2/3 അധികം വെള്ള, ബാക്കിയെ കരയുള്ളൂ. എന്നിട്ട് സ്ഥലം ദൂരം അറിയപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഭൂമിയുടെ വിസ്തീർണം പുതിയ ഭൂമിക്കുണ്ടെങ്കിൽ, സമുദ്രം ആ ഭൂമിയിൽ ഇല്ലെങ്കിൽ, ആ ഭൂമിയിൽ സ്ഥലം ദൂരമായിരിക്കും. ദൈവത്തെ സ്തുതിക്കാമോ? നമ്മൾ കാത്തിരിക്കുക അതിനു വേണ്ടി. സ്തോത്രം, സ്തോത്രം. പുതിയ ആകാശം പുതിയ ഭൂമി മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് പുതിയ നഗരം. വെളിപ്പാട് 21:3 പുതിയ നഗരം. മുഴുവൻ വായിക്കാൻ സമയമില്ല, ഓടിച്ച 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് അല്ല, 2-ാം വാക്യം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ദി ഹോളി സിറ്റിയാണ്. ന്യൂ ജെറുസലേം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു സ്ത്രീ ഏറ്റവും നന്നായി ഒരുങ്ങുന്നത് കല്യാണ ദിവസമാണ്. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദർശനത്തിൽ
യോഹന്നാൻ ആദ്യം പുതിയ ആകാശം കണ്ടു. ഇങ്ങനെയായിട്ട് ദർശനം. ആദ്യം പുതിയ ആകാശം കണ്ടു. നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ ചിത്രം കാണില്ലേ, ഇതുപോലെ വെള്ളിത്തിരയിൽ ചിത്രം കാണുന്ന പോലെ ആദ്യം പുതിയ ആകാശം കണ്ടു. അതങ്ങ് മാഞ്ഞു പോയി. അത് കഴിഞ്ഞ് പുതിയ ഭൂമി കണ്ടു. അതങ്ങ് മാഞ്ഞു പോയി. മൂന്നാമത്തെ ചിത്രം പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രദർശിപ്പിച്ചിട്ട് പുതിയ ആകാശത്തിലൂടെ പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നത് കണ്ടു. അതാണ് മൂന്നാമത്തെ ദർശനം. 1 മുതൽ 8 വരെയുള്ള വിഷയങ്ങൾ അതാ. ഇവിടെ വന്നിരുന്നു 21-ന്റെ 1 മുതൽ 8 വരെയുള്ള വിഷയങ്ങൾ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം ഇവയുടെ ലഘു വിവരണമാണ്. എന്നാൽ 9-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെ നാലാമത്തെ ദർശന. നാലാമത്തെ ദർശനം എന്താണെന്നറിയാമോ? പുതിയ ആകാശത്തിലൂടെ പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്ന ആ ദർശനം അങ്ങ് മാറിയ ശേഷം പുതിയ യെരൂശലേം മാത്രം എടുത്തങ്ങ് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ബാഹ്യ വർണ്ണന, പുറം കാഴ്ച. മുറ്റത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ ഹോള് കാണാലോ, ഇതുപോലെ പുറമേ നിന്നുള്ള യെരൂശലേമിൻ്റെ, പുതിയ യെരൂശലേമിൻ്റെ കാഴ്ച. അതാണ് 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആ പടങ്ങ് മാറിപ്പോയി. പിന്നെ 22-ന്റെ 1 മുതൽ 5 വരെയുള്ള ദർശനം എന്ന് പറഞ്ഞത് പുതിയ യെരൂശലേമിൻ്റെ അകത്തെ കാഴ്ച. നമ്മൾ ഈ ഹോളിൻ്റെ അകത്ത് കയറി കാണുന്നോണം അകം കാണിച്ചു കൊടുത്തു. അപ്പൊ എത്ര ദർശനായി? 1 പുതിയ ആകാശം കാണിച്ചു, അതങ്ങ് മാഞ്ഞു. 2 പുതിയ ഭൂമി കാണിച്ചു, അതങ്ങ് മാഞ്ഞു. 3 പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണിച്ചിട്ട് പുതിയ ആകാശത്തിലൂടെ പുതിയ യെരൂശലേം പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് കാണിച്ചു, അതങ്ങ് മാഞ്ഞു. 4 പുതിയ യെരൂശലേമിൻ്റെ പുറം കാഴ്ച മാത്രം കാണിച്ചു. 5 പുതിയ യെരൂശലേമിൻ്റെ അകം കാഴ്ച കാണിച്ചു. അത്ര ആയപ്പോഴത്തേക്കും 22-ന്റെ 5 വരെയായി വാക്യങ്ങൾ. പുതിയ യെരൂശലേം, ആമേൻ, പുതിയ നഗരം. എവിടുന്ന് ഇറങ്ങി വരിക? ദൈവസന്നിധിയിൽ നിന്ന്. ദൈവസന്നിധിയിൽ നിന്ന് ഭർത്താവിനായി, എല്ലാവരും ഇവിടെയല്ലേ, ഭർത്താവിനെ അലങ്കരിച്ച മണവാട്ടിയെ പോലെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങി വരുന്ന യോഹന്നാൻ കണ്ടു. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന്. ആ സ്ഥലമായത്. അതിന്റെ വലിപ്പം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വെളിപ്പാടിൽ 1200 നാഴിക എന്നാ ബൈബിളിൽ പറഞ്ഞേക്കണേ. മൂലഭാഷയായി ഗ്രീക്കിൽ 12,000 സ്റ്റേഡിയം എന്നാ. തമിഴ് ബൈബിളിൽ 12,000 സ്ഥാതി എന്നാ. ഒരു സ്ഥാതി എന്ന് പറഞ്ഞാൽ റോമൻ മൈലിന്റെ 8-1. അത് 606.25 അടി വരും. 12,606.25 അടി കൊണ്ട് ഗുണിച്ചാൽ 1378 നാഴിക. 1378 നാഴിക 7 ഫർലോങ് 180 ഗജമാണ്. ഏകദേശം 1379 മൈൽ നീളം. അത്രയും വീതി, അത്രയും തന്നെ ഉയരമാണ് പുതിയ യെരൂശലേം. സമചതുരം. കന്യാകുമാരി മുതൽ ന്യൂഡൽഹി വരെയുള്ള നീളം വരും ഏകദേശം. അങ്ങനെ സമചതുരത്തിൽ ഒരു കെട്ടിടമാണത്. എന്ത് വലിപ്പ! അങ്ങനെ ഒരു കെട്ടിടം ഭൂമിയിൽ പണിയണമെങ്കിൽ എത്ര ഏക്കർ ഭൂമി വേണമെന്നറിയാവോ? എത്ര ഏക്കർ വേണമെന്നറിയാവോ? 121 കോടി. 121 ഏക്കർ അല്ല, 121 ആയിരം അല്ല, 121 ലക്ഷം അല്ല, 121 കോടി 70,10,123 ഏക്കർ 97 സെന്റ് സ്ഥലം വേണം ഇങ്ങനെ കെട്ടിടം പണിയാൻ. ആർക്കുള്ള? ഇതാ നമ്മുടെ വീട്. നമ്മുടെ യഥാർത്ഥ വീട് ഇതല്ല പാസ്റ്ററെ, നമ്മൾ പാർത്ത വീടല്ല അത്. പാസ്റ്റർക്കും അറിയാം നമ്മുടെ യഥാർത്ഥ വീട് അതാണ്. ആമേൻ. അത്രയും സ്ഥലം വേണം വീട് പണിയണമെങ്കിൽ. പുതിയ നിയമസഭ, ആദാം മുതൽ ഇന്ന് വരെ ജനിച്ച മനുഷ്യർ 8,000 കോടി ഉണ്ടെന്നിരിക്കട്ടെ. പുതിയ നിയമസഭയിലെ അംഗങ്ങൾ 100 കോടി എന്ന് വിചാരിക്കുക. ഈ കെട്ടിടത്തിന് ഒരു നിലയിൽ പ്രാർത്ഥിച്ചാൽ ഒരാൾക്ക് ഏകദേശം 1.25 ഏക്കർ വലിപ്പമുള്ള ഒരു മുറി കിട്ടും. എന്നാൽ ഇത് ഒരു നിലയല്ല, അനേകം നിലകളാ. ഏത്? ഫ്ലാറ്റ് പോലെയാണ് പുതിയ യെരൂശലേം, സമചതുരത്തിൽ. തെളിവിന് ഒരു വാക്യം വായിക്കാം. ആമോസ് 9:6. പുതിയ യെരൂശലേം ഫ്ലാറ്റ് പോലെയാണ് എന്നുള്ളതിൻ്റെ തെളിവിന് ഒരു വാക്യം, വേറെയും 2 വാക്യങ്ങൾ കൂടെ വായിക്കേണ്ടതാണ്, അതിപ്പോൾ വേണ്ട. ഒരു വാക്യം, പുതിയ യെരൂശലേമിൽ ഒരു നിലയല്ല, അത് ഫ്ലാറ്റ് പോലെ നിലനിലയായിട്ടാണെന്നുള്ളതിൻ്റെ തെളിവ്. അവൻ എന്ന് പറഞ്ഞ ദൈവം തമ്പുരാൻ ആകാശത്തിൽ എന്ന് പറഞ്ഞ പുതിയ ആകാശത്തിൽ തന്റെ മാളിക മുറികൾ, ഈ പ്രവചനം നിറവേറിയിട്ടില്ല. തൻ്റെ മാളിക മുറികളെ പണിയൂന്ന് മതി.
ഇതെപ്പോഴാണ് നിറവേറുക? പുതിയ യെരൂശലേം പുതിയ ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ദൈവം ആകാശത്ത് മാളിക മുറികൾ പണിതോണെന്ന് തോന്നുന്നു. അമേരിക്കയിലുള്ളതായ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന് 103 നിലയാ. 1/4 മൈൽ പോലും നീളമില്ല ഇതിന് മുകളിലേക്ക്. 103 നിലയാ. 25,000 വാടകക്കാർക്ക് അതിനകത്ത് സുഖമായി പാർക്കാം. 103 നിലയിൽ. അതിൻ്റെ ഉയരം 1/4 മൈൽ പോലും ഇല്ല. ഇത് 1379 മൈൽ ഏകദേശം ഉയരാ. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ആകാശത്ത് മാളിക മുറികൾ പണിതോണെന്ന് തോന്നുന്നു. ഇങ്ങനെ നോക്കി അച്ഛൻ കാണോ? എന്തായി പറയണേ? അങ്ങനെ തട്ടുതട്ടായിട്ട് പണി. ഓ, ഏറ്റവും മുകളിൽ കയറി വാഴുന്നവൻ എന്താന്ന് വിചാരിച്ച നമ്മളെങ്ങടാ പോണേ? എങ്ങടാ പോണേ? ഇതൊക്കെ കണ്ടവന് ഈ മണ്ണാങ്കട്ടയുടെ പിന്നാലെ ഓടി നടക്കില്ല. അതാ ദർശനം. മോശ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെണ്ണി പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവത്തിനത്തോട് കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. ഞങ്ങൾക്കൊക്കെ വല്ല ലോകജോലിയും ചെയ്ത് ഒരു സഭായും കൂടി ജീവിച്ചായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു. ഈ സുവിശേഷ വിലക്ക് ഇറങ്ങിയത് കൊണ്ട്, സഭാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് എന്തെല്ലാം ആളുകൾ പറയണേ. നല്ല കാര്യവും പറയുന്നുണ്ട്, അനാവശ്യവും പറയും, പരിഹസിക്കുകയും ചെയ്യും അല്ലേ? ഇതൊക്കെ ഇതിനു വേണ്ടി നിൽക്കുന്നത് കൊണ്ടാ. നഹമ്യാവും മതിൽ പണിയാൻ വന്നത് കൊണ്ടാ കഷ്ടം സഹിക്കേണ്ടി വന്നോളൂ. പാനപാത്രവാനായിട്ട് അവിടെ ഇരുന്നാർത്തി ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാ ഇതൊക്കെ. പക്ഷേ ഞങ്ങൾ പിറുപിറുക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം തരാനാ. ഞങ്ങളിത് ഇട്ടെറിഞ്ഞു പോകുമെന്ന് നീ വിചാരിക്കേണ്ട പിശാചേ. യേശുവിന്റെ കൃപയിൽ ഞങ്ങൾ പറയാ, നീ എത്ര പരിഹാസികളെ വേണമെങ്കിലും എഴുതി കേൾപ്പിച്ചോ. ഞങ്ങൾ ചെയ്യാത്തത് ചെയ്തെന്നും പറയാത്തത് പറഞ്ഞെന്നും പോകാത്തടത്ത് പോയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കുക. അത് ഞങ്ങൾക്കറിയാം. അതാ ഞങ്ങൾ വാടാത്തെ. ആരും ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ കൂടെ യേശു നിൽക്കും. പിന്നെ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും കാണും. എന്തിനാ പേടിക്കണം? നമ്മൾ പേടിക്കണോ? ധൈര്യമായി നിന്നോട്ടോ, ആരും പേടിക്കരുത്. സ്തോത്രം. മുറികൾ എത്ര അളവിലാ തിരിക്കണമെന്ന് ബൈബിളിൽ ഇല്ല. കാരണം ഓരോ വിശുദ്ധനും ഓരോ മുറിയാ. വിശുദ്ധന്മാരുടെ എണ്ണം എത്രയാണെന്ന് ബൈബിളിൽ കൃത്യം പറഞ്ഞിട്ടില്ല. വിശുദ്ധന്മാരുടെ എണ്ണം, സഭാവിശ്വാസികളുടെ എണ്ണം ബൈബിളിൽ ഇല്ല. ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്നുള്ളൂ, എണ്ണം പറഞ്ഞിട്ടില്ല. 144,000 ഒന്നല്ല, എണ്ണം പറഞ്ഞിട്ടില്ല. എണ്ണം പറഞ്ഞാൽ മുറിയുടെ എണ്ണവും പറയാൻ സാധ്യതയുണ്ട്. മുറിയുടെ എണ്ണം പറയാത്തതിന്റെ കാരണം സഭാംഗങ്ങളുടെ എണ്ണം പറയാത്തത് കൊണ്ടാ. അതുകൊണ്ട് സഭാംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് മുറി തിരിക്കണേ. എന്നാൽ നമ്മുടെ ഭാവനയിൽ നമുക്കൊന്ന് തിരിക്കാം. 40 അടി നീളം, 30 അടി വീതി, 20 അടി ഉയരമുള്ള മുറിയാക്കി തിരിക്കാം. അത്ര വലുത് പോരെ ഒരെണ്ണം. ഇത് എത്ര അടി നീളം കാണും? 25 അടി കാണും. 25-30 അടി കാണോ? ഉയരോ ഒരു 9 അടി കാണുമെന്ന് വിചാരിക്കും. നമ്മൾ തിരിക്കുന്നത് 40 അടി നീളം, 30 അടി വീതി, 20 അടി ഉയരം. ഓരോ മുറി അത്ര വന്ന മുറി മതിയോ എന്ന്? അത്ര വന്ന മുറികളാക്കി തിരിച്ചാൽ എത്ര മുറിയാണെന്ന് അറിയാം? ഇതിൻ്റെ അകത്ത് 160 കോടി 80,82,000. സ്തോത്രം. 704 കോടി 33,75,000 മുറികൾ. ഒന്നുകൂടെ ഞാൻ പറയാം, ആദ്യം പറഞ്ഞാൽ തെറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. 160 കോടി 82,80,000, 704 കോടി 33,75,000 മുറികൾ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താ? ആദാമിൽ നിന്ന് ജനിച്ചവർ 8,000 കോടിയാണെങ്കിൽ അത് മൊത്തം വന്നാൽ, പ്രൈസ് ദി ലോർഡ്, ഈ മുറികളെല്ലാം 2 ലക്ഷമായി ഭാഗിച്ചാൽ 1 ലക്ഷം ഭാഗത്ത് താമസിക്കാനുള്ള ആളെ ഇതുള്ളൂ. അങ്ങനെയെങ്കിൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെങ്കിൽ എത്ര വലിയ മുറിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. എൻ്റെ ദൈവമേ, നമ്മൾ പ്രാപിച്ച പ്രതിഫലങ്ങളുമായിട്ടാണ് നമ്മൾ ആ മുറിയിലേക്ക് പോകുക. അവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ കിട്ടിയ കിരീടങ്ങളല്ല, തക്ക സമയത്ത് എടുത്ത് ധരിക്കാൻ. സ്തോത്രം.
പുതിയ യെരൂശലേമിന്റെ ചുറ്റിലുമായിട്ടൊരു മതിലുണ്ട്. മതിൽ മൊത്തം പണിതിരിക്കുന്നത് ഏറ്റവും വില കൂടിയ രത്നം സൂര്യകാന്തമാണെന്ന് വെളിപ്പാട് 21 പറഞ്ഞിട്ടുണ്ട്. സൂര്യകാന്തം എന്ന രത്നം കൊണ്ടാണ് മതിൽ പണിതേക്കണേ. മതിലിൻ്റെ ഒരു വശത്തെ നീളം ഏകദേശം 1400 മൈൽ നീളമാണ് ഒരു വശത്തെ മതിൽ. അങ്ങനെ 4 വശത്തുമുണ്ട്. മതിലിൻ്റെ ഉയരം 210 അടിയാണ്. എൻ്റെ ദൈവമേ, ഏകദേശം 1400 മൈൽ നീളത്തിൽ 210 അടി ഉയരത്തിൽ സൂര്യകാന്ത രത്നം കൊണ്ട് മതിൽ. അങ്ങനെ 4 വശത്ത്. സ്തോത്രം. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ 12 വഴികളാണ്, 12 ഗോപുരങ്ങൾ. ഓരോ ഗോപുരം ഓരോ മുത്ത, ഒരു മുത്തിന് മതിലിനേക്കാ പൊക്ക. 12 വഴികൾ അതിൻ്റെ ഉള്ളിട്ട് കിടക്കാൻ. ആ കെട്ടിടം പണിതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? മറുപുറത്തേക്ക് കാണാൻ പറ്റുന്ന കണ്ണാടി പോലെയുള്ള തങ്കം കൊണ്ട്, സ്വച്ഛസ്ഫടിക തുല്യമായ തങ്കം. അതാണ് കെട്ടിടം. അതിൻ്റെ വഴിയും അതുപോലത്തെ തങ്ക. ഇന്ന് 22 ക്യാരറ്റ് മനുഷ്യൻ ഊരാൻ എന്ത് പ്രയാസ ചിലർക്ക്. മണ്ണാങ്കട്ട. ഹല്ലേലൂയ. 10 പവന്റെ മാല ഏക്കത്തമ്പിക്ക് തരാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാ ഞാൻ എൻ്റെ കഴുത്തിട്ട് പോരുമെന്ന് പറയും. സ്തോത്രം. നിന്റെ 10 പവനിടാനുള്ള അല്ല എൻ്റെ കഴുത്ത്. ഹാലേലൂയ. എന്നിട്ട് 10 പവൻ കണ്ട് ചാടുന്നവനൊന്നുമല്ല ഞാൻ. അതിൻ്റെ അപ്പുറം കണ്ടിട്ടാ നമ്മൾ നിൽക്കണേ. അതാ ദർശനം. എന്താ അതിൻ്റെ പേര്? പറ. ദർശനം. അതകത്ത് കിട്ടണതാ ഈ ദർശനം. അകത്ത് പതിയണത്. ഹല്ലേലൂയ. ഞങ്ങളെ അങ്ങനെയൊന്നും കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കാണേണ്ടവനെ കണ്ടു, കാണേണ്ടത് കണ്ടു. അവിടെ എത്താൻ വേണ്ടി ഉള്ളം കൊതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പം 50ാമത്തെ വയസ്സാ. ഇനി 50 കൊല്ലം ഏതായാലും ജീവിക്കില്ല. ഭാഷയ്ക്ക് എത്രയായി? 55 അല്ലേ? 54 ജീവിച്ചോടത്തോളം ജീവിക്കില്ല. ഇവിടെ ഇരിക്കുന്ന പലരും ജീവിച്ചോടത്തോളം ജീവിക്കില്ല. ചിലക്ക് എത്ര കിട്ടിയാലും മതിയാവൂല. എന്തിനാ? ചിലക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 200 കൊല്ലം തിന്നാനുള്ളത് കണ്ടോണ്ട് ഇന്ന് തിന്നണം. 200 കൊല്ലം തിന്നാനുള്ളത് കണ്ടോണ്ട് ഇന്ന് തിന്നണം. നല്ല സമാധാനമുള്ളൂ. പലരുടെയും പ്രയാസത്തിന്റെ കാര്യം ഇതാ അല്ലേ? ഇന്ന് നീ മരിച്ചാൽ എന്താ കൊണ്ടുപോണേ? ഒരു ജീരകമിഠായി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂലെന്ന്. നീ നാളത്തെ ചൊല്ലി ഭാരപ്പെടണ്ട. നാളത്തെ ദൈവം നോക്കിക്കോളൂ. ജോലി ചെയ്യണ്ടെന്നല്ല പറയണേ. ഇന്ന് തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേക്കണം. ഇന്ന് തിന്നാതെ നാളത്തേക്ക് വെക്കരുത് കേട്ടോ. തിന്നാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നീ ഒരു മുട്ട പൊരിച്ച് തിന്നണേ. ഇത് ആർക്കാ? അത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പാർക്കാൻ പോണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മതിലിന് 12 അടിസ്ഥാനങ്ങളാ. 12 രത്നങ്ങളാ അലങ്കരിച്ച് 12 അടിസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന 12 രത്നങ്ങൾ കൊണ്ടാ. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത് നീലരത്നം, 3-ാമത് മാണിക്യം, 4-ാമത് മരതകം, 5-ാമത് നഗവർണ്ണി, 6-ാമത് ചുവപ്പുകൽ, 7-ാമത് പീതരത്നം, 8-ാമത് ഗോമേതകം, 9-ാമത് പുഷ്യരാഗം, 10-ാമത് വൈഡൂര്യം, 11-ാമത് പത്മരാഗം, 12-ാമത് സുഗന്ധിരത്നം. ഇത് കമ്മലയിൽ ഒട്ടിച്ച കല്ലിൻ്റെ കാര്യമല്ല ഈ പറയണേ. മതിലിന് കന്യാകുമാരിയിൽ നിന്ന് ഡൽഹി വരെയേക്കാൾ ദൂരം കൂടുതൽ മതിലിനുണ്ടെങ്കിൽ വീടിൻ്റെ ചുവരിനേക്കാൾ നീളം കാണുമല്ലോ മതിലിന്. അത് മുറ്റം തോരും കാണും, പ്രാകാരം. അതിൻ്റെ അളവൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ചുമര് കഴിഞ്ഞല്ലേ മതില്, അപ്പൊ മുറ്റം ഉണ്ടല്ലോ. വീടിനേക്കാൾ നീളം വരുമല്ലോ മതിലിന്. അപ്പോൾ എന്താന്ന് വിചാരിച്ച് ഒരടിസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന രത്നം. ഇത് മൊത്തം രത്നമല്ലേ? ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനെ, നിന്നോട് ഞാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ, എന്റെ ദൈവത്തിന്റെ ഒരു മുത്തിന്റെ വിലയിൽ മൊത്തം സ്വത്ത്. മുത്തുമലകളുള്ളവനാ നമ്മുടെ ദൈവം. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് തരിശായി കിടക്കുന്ന സ്ഥലമല്ല. മനുഷ്യർക്ക് വേണ്ടി കൊടുത്ത ഭൂമിയിൽ ഇത്രയും നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന് നാടായ സ്വർഗത്തിൽ എന്തൊക്കെ കാണും? ഭൂമിയിൽ നിന്നാ പൊന്നെടുക്കുന്നേ, വെള്ളിയെടുക്കുന്നേ, ഇരുമ്പെടുക്കുന്നേ, താമ്രമെടുക്കുന്നേ, ഈ രത്നങ്ങളൊക്കെ വെട്ടിയെടുക്കുന്നേ, മാർബിൾ എടുക്കുന്നേ. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന എല്ലാം ഈ മണ്ണിൽ നിന്ന് എടുത്തതാ, സമുദ്രത്തിൽ നിന്നൊക്കെ എടുത്തതാ. ഭൂമിയിൽ ഇത്ര നിക്ഷേപം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ എന്നാന്ന് വിചാരിച്ചേ?
പലക്കും സ്വർഗം എന്നാന്ന് അറിഞ്ഞുകൂടാ. ചെറ്റക്കുടിയിൽ നിന്ന് വലിയ കൊട്ടാരത്തിൽ പോകണേക്കാൾ ഇതാ നമ്മൾ സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞു. സ്തോത്രം. ആ പ്രത്യാശ വേണം. ചില വിചാരം എൻ്റെ ദൈവമേ, 1 ഏക്കർ സ്ഥലവും നല്ലൊരു ടർഷ് വീടും നല്ല ഒരു 6 ലക്ഷം രൂപയുടെ ഒരു കാറും ഇതൊക്കെ വിട്ടിട്ട് പോകണല്ലോ. നീ എങ്ങനെ പോണെന്ന് നിനക്കറിയില്ല. പോകുന്ന എന്നവരാൻ അറിയാം. ഈ കണക്കാണ്. 6 ലക്ഷം രൂപയുടെ കാറേ, ഒരു മൊസൈക്ക് തറ വീടേ, 50 സെന്റ്, കായ്ക്കാത്ത മൂവണ്ടമാവും, ശരിക്ക് വെട്ടാത്ത റബ്ബറും. തെങ്ങ് കണ്ടു കഴിഞ്ഞാൽ തെങ്ങിൽ ശരിക്ക് നാളികേരം പോലും ഉണ്ടാകത്തില്ല. ചില തെങ്ങ് പോലെ വിശ്വാസികൾ കർത്താവിനൊന്നും കൊടുക്കില്ല. ചില തെങ്ങയെ നിങ്ങൾ നോക്കി, കടയ്ക്ക് നല്ല വണ്ണ, തലയ്ക്ക് തീരെ വണ്ണം കുറവാ, ഇത്ര ചെറിയ 2 നാളികേരം കിടക്കണം അതിനകത്ത്. ഇങ്ങനെ ചില വിശ്വാസികൾ, ഫലമില്ല, ഒരു സ്വത്രവും ഇല്ല, കല്ലേലിയ ഇല്ല, പ്രവേശം, നല്ല വണ്ണ, തലശൂ കപ്പഞ്ഞ പോലെ 2 നാളികേരം, ഫലം കൊടുക്കാത്ത നിങ്ങളല്ല, സ്വത്രം പറയാത്തവൻ. അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ആ തെങ്ങിന്റെ സ്ഥാനത്ത് വേറെ വല്ലതും കുഴിച്ചിടണം. വെട്ടട്ടെ എന്ന് ചോദിച്ചു കർത്താവ്. അപ്പൊ അവിടെ പറഞ്ഞു, വെട്ടണ്ട, 1 കൊല്ലോടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമെന്ന് നോക്കട്ടെ. പലരെയും വെട്ടിക്കളയാത്തതിന് കാരണം സ്വത്രം പറയുമെന്ന് കാത്തിരിക്കുക ദൈവം. 2012 പറഞ്ഞില്ലേ, 2013 ചിലപ്പോൾ പറഞ്ഞാലോ. വെട്ടാതെ നിർത്തിയേക്കുക. അല്ല, പണ്ടേ വെട്ടിക്കളഞ്ഞതിനെ പലരെയും. നിങ്ങളെ അല്ല, സ്വത്രം പറയാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. ഹല്ലേലൂയ. ഇനി പുതിയ ജാതികൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കെട്ടിടത്തിന്റെ ഉള്ളിലാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഈ കെട്ടിടത്തിന്റെ ഉള്ളിലാണ് നമ്മൾ. ഈ കെട്ടിടത്തിന്റെ വെളിയിലാണ്, മതിൽക്കെട്ടിനുള്ളിലാണ് പഴയ നിയമ വിശുദ്ധന്മാരും ഈ മഹാവീര കാലത്ത് ഉള്ള വിശുദ്ധന്മാരും. മതിലിന് വെളിയിൽ പുതിയ ജാതികൾ എന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവ് സഭയെ അങ്ങ് പോയില്ലേ? പിന്നെ ഈ ഭൂമിയിൽ കൈവിടപ്പെട്ടു പോയവരില്ലേ? ഇതിൽ യഹൂദനും ജാതിക്കും മഹാപീഡന കാലത്ത് രക്ഷയുണ്ട്. അവരാണ് മതിൽക്കെട്ടിനുള്ളിൽ താമസിക്കുന്നത്. പിന്നെ പഴയ നിയമ വിശുദ്ധന്മാരും. നീ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരില്ലേ? ഇറങ്ങി വരുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളില്ലേ, അതിൽ സഹസ്രാബ്ദ വാഴ്ചക്കുള്ളവരെ അങ്ങ് വേർതിരിക്കും, യഹൂദനെയും ജാതിയെയും. എന്നിട്ട് യഹൂദന് പലശീനാട് കൊടുക്കും, ജാതികൾക്ക് പലശീനാട് വെളിയിൽ കൊടുക്കും. ആ ജാതികളെ യഹൂദനെയും ദൈവമക്കളായി നമ്മൾ വാഴും. നമ്മൾ തേജസ്കരണം പ്രാപിച്ച, അവർ തേജസ്കരണം പ്രാപിച്ചിട്ടില്ല, അവരെ നമ്മൾ വാഴും. അവർ 1000 വർഷം കൊണ്ട് വർദ്ധിച്ചു പെരുകും. ആമേൻ. അതിൽ മരിക്കുന്നവരുണ്ട്, നീതിമാന്മാർ. 100 വയസ്സ് കഴിഞ്ഞാൽ മരണമുണ്ടല്ലോ, 100 വയസ്സ് മുതൽ. ആ നീതിമാന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗീയ പ്രതീക്ഷയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കാം. സ്തോത്രം. ദുഷ്ടന്മാരും മരിക്കും, അവർ രക്ഷിക്കപ്പെടാത്തവരുണ്ട്. ആമേൻ. വീണ്ടും ജനിക്കാത്തവർ കാണും. അവിടെ ജനിക്കുന്നവരിൽ വീണ്ടും ജനിക്കാത്തവർ, അവർ മരിക്കും. അവർ മരിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ പോണേ കേട്ടോ. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ ഗോഗുമാഗോ യുദ്ധം നടക്കുമ്പോൾ പങ്കെടുക്കുന്നവരെല്ലാം തീയിൽ ദഹിപ്പിച്ചു കളഞ്ഞില്ലേ? സാത്താനെ പിടിച്ചു നരകത്തിൽ തള്ളിയില്ലേ? പിന്നെ നീതിമാന്മാരായ മനുഷ്യർ മാത്രമേ ഭൂമി കാണുള്ളൂ. രക്ഷിക്കപ്പെട്ട യഹൂദനും രക്ഷിക്കപ്പെട്ട ജാതിയും. നാമും കർത്താവും കൂടെ 3-ാം സ്വർഗത്തിലേക്ക് പോകും. ആരൊക്കെ? പുതിയ നിയമസഭ, മഹാപീഡന കാലത്ത് വിശുദ്ധന്മാർ, പഴയ നിയമകാലത്ത് വിശുദ്ധന്മാർ, കർത്താവ്. ഇത്രയും പേര് തേജസ്കരണം പ്രാപിച്ചവരാ. അവർക്ക് അസ്ഥിയുണ്ട്, മാംസമുണ്ട്, രക്തമില്ല, തേജസ്സുണ്ട്. അങ്ങനത്തെ ശരീര. ആ ശരീരത്തിൽ അവർ സ്വർഗത്തിലേക്ക് പോകും. ഈ യഹൂദനും ജാതിയുടെയും പ്രത്യേകത എന്നാണെന്നറിയാമോ? അവർ നമ്മളെ പോലെയുള്ള മനുഷ്യരായിരുന്നു. അവർക്ക് ആദാമ്യ ശരീരം കൊടുക്കും. ആദാമിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? പാപം ചെയ്യുന്നതിന് മുമ്പ് രക്തമുണ്ട്, മാംസമുണ്ട്, അസ്ഥിയുണ്ട്, തേജസ്സുണ്ട്, കുടുംബജീവിതം നയിക്കാനുള്ള കഴിവുണ്ട്. അതാ ശരീരം. ആ ശരീരം കൊടുത്തിട്ട് അവർ പ്രത്യേക മണ്ഡലത്തിലേക്ക് ആക്കുമെന്ന് പ്രവചനമുണ്ട്. അത് തെളിയിക്കാൻ സമയമില്ല. എന്നിട്ടാണ് അന്ത്യന്യായവിധി. അവർ പ്രത്യേക മണ്ഡലത്തിലേക്ക് ആക്കും. എന്നിട്ടാണ് അന്ത്യന്യായവിധി. അന്ത്യന്യായവിധിയിൽ ഉയർക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ പാപികളും ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഈ 1000 ആണ്ടിൽ മരിച്ച നീതിമാന്മാർ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. അവരെ വേർതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് അന്ത്യന്യായവിധി സമയത്ത് ജീവപുസ്തകം തുറക്കുന്നത്. അവരുടെ പേര് ജീവപുസ്തകത്തിൽ കാണും. അവരെ ശിക്ഷിക്കൂല. ജീവപുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത ഏവനെയും തീയിൽ തള്ളിയിടുമെന്ന് 20-ാം തീയതി അവസാനം കാണാൻ അതാ കാരണം. പേരില്ലാത്തവരെ നരകത്തിൽ തള്ളുള്ളൂ. എന്നിട്ട് പുതിയ ഭൂമിയിലേക്ക്, പുതിയ യെരൂശലേം വരുമ്പോൾ
പുതിയ യെരൂശലേമിന്റെ ഉള്ളിൽ ത്രിയേകതയും, അതിൻ്റെ അകത്ത് പുതിയ നിയമസഭ മണവാട്ടിയും, മതിൽക്കെട്ടിന്റെ ഉള്ളിൽ പഴയ നിയമ വിശുദ്ധന്മാരും പീഡനകാലത്തെ രക്തസാക്ഷികളും, മതിൽക്കെട്ടിന് വെളിയിൽ ചുറ്റിലുമായിട്ട് ഇവിടെ നിന്ന് ആദാമ്യ ശരീരം കൊടുത്ത യഹൂദനെയും അതിന് ചുറ്റിലും ആദാമ്യ ശരീരം കൊടുത്ത ജാതികളെയും പാർപ്പിക്കും. അതാണ് ഈ പുതിയ ജാതികൾ എന്ന് പറയുന്നത്. അവരെ നാം വാഴും. അവർക്ക് കുടുംബജീവിതമുണ്ട്, സന്താനവർദ്ധനവുണ്ട്, മരണമില്ല, ജനനമുണ്ട്. കേട്ടോ, സ്തോത്രം. അവരെ നമ്മൾ വാഴും. അവരെക്കാൾ നല്ല ശരീരം നമ്മുടെ ശരീരം. അവർക്ക് ഭൂമി വിട്ട് ദൈവം അനുവദിക്കാതെ എവിടെ പോകാൻ പറ്റത്തില്ല. നമുക്ക് കണ്ടോ, ദൈവത്തിന്റെ അനുവാദത്തോടു കൂടെയാ ഏത് സ്ഥലത്ത് വേണമെങ്കിലും സഞ്ചരിക്കാവുന്ന ശരീര. ആദാമിന് ഭൂമി വിട്ടെങ്ങും പോകാൻ പറ്റില്ലായിരുന്നു പാപം ചെയ്യുന്നേക്കാൾ മുമ്പ്. ഇതുപോലത്തെ ശരീരം അവർക്ക് കൊടുത്തേക്കണം. സ്തോത്രം. സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറവീ എന്ന് ആദാമിനെ ദൈവം അനുഗ്രഹിച്ചതാ. ദൈവത്തിന്റെ അനുഗ്രഹത്തെയാണ് സാത്താൻ തട്ടിത്തെറിപ്പിച്ച്. ദൈവം അത് ആവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവം പരാജയപ്പെട്ടു എന്ന് വരും. ദൈവം അത് ആവർത്തിക്കുന്നതാണ് പുതിയ ഭൂമിയിൽ. ദൈവത്തിന്റെ പദ്ധതിയെ ദൈവം അവിടെ കൊണ്ടുവന്ന് നടത്തും. അതാണ് ക്രൂശ് മുഖാന്തരം ദൈവം എന്തൊക്കെ ചെയ്തു. പഴയ വിശുദ്ധന്മാരെ വേർതിരിച്ചു, ദൈവസഭയെ വേർതിരിച്ചു, പീഡനകാല രക്തസാക്ഷികളെ വേർതിരിച്ചു, സഹസ്രാബ്ദകാല രക്ഷകഗണത്തെ വേർതിരിച്ചു. പിന്നെയോ ദൈവത്തിന്റെ പദ്ധതി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ സാത്താൻ അമ്പേ പരാജയപ്പെട്ടു. ഭൂമിയിൽ സന്താനപുഷ്ടിലെ പെരുകി നിറവീനെന്ന് പറഞ്ഞ ദൈവം ജനനം നിർത്തുമെന്ന് വേദപുസ്തകത്തിൽ ഒരു വാക്യം പോലും ഇല്ല. ഇനി മരണം ഉണ്ടാകയില്ലെന്ന് വാക്യമുണ്ട്. അങ്ങനെ മരണമില്ലാതെ ജനിച്ചുകൊണ്ടിരിക്കും. വേറെ വാക്യവും കൂടെ വായിക്കേണ്ട, അപ്പോൾ വായിക്കുന്നില്ല. അങ്ങനെ അവിടെ ഒരു ഏകദേശം 33,000 വർഷം, അല്ലെങ്കിൽ ഏകദേശം 35,000 വർഷം അവിടെ വാഴും. ഇനി പുതിയ നദി എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന സിംഹാസനം. ആ പുതിയ യെരൂശലേമിന്റെ മധ്യത്തിലാണ് ദൈവസിംഹാസനം. ദൈവസിംഹാസനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു ഒഴുകും പുതിയ ഭൂമിയിൽ മൊത്തം. സമുദ്രം ഇല്ലല്ലോ, പുതിയ ഭൂമി, സമുദ്രമില്ലാത്ത പുതിയ ഭൂമിയിൽ മൊത്തം ഒഴുകുന്ന നദിയുടെ നീളം എന്തായിരിക്കും? അങ്ങനെയെങ്കിൽ അതിൻ്റെ വീതി എന്തായിരിക്കും? അതിന് രണ്ട് സൈഡിലും ജീവവൃക്ഷങ്ങൾ കാണും. അതാണ് പുതിയ ജീവവൃക്ഷം. അപ്പോൾ എത്ര വൃക്ഷം കാണും? അതിനകത്ത് ഫലങ്ങളുണ്ടായിരിക്കും. അടുത്ത പുതിയ സിംഹാസനം, ആ പുതിയ യെരൂശലേമിന്റെ മധ്യത്തിൽ ദൈവസിംഹാസനം ഉണ്ടായിരിക്കും. ഇമ്മാനുവേൽ അതിൽ രാജാവായിരിക്കും. ആമേൻ. ഏകദേശം 33,000 വർഷം അവിടെ താമസിക്കണം. തെളിയിക്കേണ്ടതാണ്, ഇപ്പോൾ തുനിയുന്നില്ല. 33,000 വർഷത്തെ ഭരണം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ക്രിസ്തു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അങ്ങനെ പുതിയ യെരൂശലേം ദൈവത്തോടും യെരൂശലേമിന്റെ ഉള്ളിലുള്ള മതിൽക്കെട്ടിനുള്ളിലുള്ള വിശുദ്ധന്മാരോടും കൂടെ മൂന്നാം സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ കാലം അവസാനിക്കും, നിത്യത തുടരും. അവിടെയാണ് കാലം അവസാനിക്കുന്നത്. ഇനി കാലം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞാൽ അതോടെ കാലം അവസാനിക്കും, നിത്യത തുടരും. നിത്യതയിൽ നാം സ്വർഗത്തിലായിരിക്കും. നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് ഈ ഭൗമിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല, അത് തൽക്കാലത്തേക്ക് തരുന്നതാണ്. നമ്മുടെ പ്രധാന അനുഗ്രഹം സ്വർഗീയമാണ്. അതാ പൗലോസ് പറഞ്ഞ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നിന്നും അനുഗ്രഹിച്ചിരിക്കുക. അത് നമ്മൾ അനുഭവിച്ചിരിക്കേണ്ടത്. അത് ഭൂമി പറ്റി താമസിക്കാൻ പറ്റുമോ? അതിന് സ്വർഗത്തിൽ കൊണ്ടുപോകും. ആമേൻ. ഈ ഭൂമിയിൽ മനുഷ്യൻ വർദ്ധിച്ചു പെരുകി നിറഞ്ഞു കഴിയുമ്പോൾ ദൈവം ഭൂമിയിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ മാറ്റി പാർപ്പിച്ചിട്ട് വിശുദ്ധന്മാർക്ക് ഭരണത്തിന് പ്രൊമോഷനോടുകൂടിയ ട്രാൻസ്ഫർ തരും. ഭൂമിയിൽ അവർ ആയിരിക്കുമ്പോൾ നമ്മൾ അവരെ ഭരിക്കണേ. മനുഷ്യൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവം പ്രൊമോഷനോടുകൂടിയ ട്രാൻസ്ഫർ വിശുദ്ധന്മാർക്ക് തരും. നിത്യതയിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി എന്താണെന്ന് എല്ലാം ഇതിൽ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം വ്യക്ത, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ ദൈവം നിത്യതയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. അന്ന് നമ്മുടെ ഹൃദയം പിടച്ചു വികസിക്കും. ദൈവമേ, ഇതിനു വേണ്ടിയാണല്ലോ ക്രൂശിൽ അവിടുന്ന് മരിച്ച് അവിടുത്തെ തങ്കച്ചോര കൊണ്ട് എന്നെ കഴുകി വീണ്ടെടുത്ത് എന്നെ കൊണ്ടുവന്നത്. ഈ നന്മകൾ തരാനാണല്ലോ എന്നോർത്ത് യുഗായുഗങ്ങൾ നാം ദൈവത്തെ ആരാധിച്ച് നമ്മെ ദൈവമാക്കിയ സ്ഥാനത്തിരുന്ന് നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. എന്താ ദൈവത്തിന്റെ പദ്ധതി? ആ യാത്രയിലാണ് നമ്മൾ. യേശു വരുന്നത് അടുത്ത പരിപാടിക്ക് വേണ്ടിയാ. വിശുദ്ധിയോടെ ജീവിച്ച് മരിച്ചു കിട്ടിയാൽ മതി. പ്രത്യാശ ആരും കയ്യിൽ നിന്ന് കളയരുത് കേട്ടോ. പ്രത്യാശ മുറുകെ പിടിച്ചോളണം. ആ ശോഭയേറിയ തീരത്ത് എല്ലാവരെയും കാണണം.
ഒരാള് അവിടെ വരാതിരിക്കരുത്. അവിടെ വരുമ്പോൾ തമ്മിൽ കാണും. അപ്പം ഞാൻ പറയും അരുവിയോട്, അല്ലേ, അരുവിയോട് വന്നപ്പോൾ യോഗത്തിന് വന്നത് നമ്മൾ കണ്ടതാണല്ലോ. പ്രൈസലോ, നമ്മളിവിടെ ഒരുമിച്ച് കാണാൻ ദൈവമാക്കിയല്ലോ. ആരെയെങ്കിലും കണ്ടില്ലെങ്കിൽ ആ ആള് വന്നില്ലേ, എൻ്റെ ദൈവമേ, സ്തോത്രം. അതുകൊണ്ട് ഈ ലോകം മായയിൽ പെട്ടു പോകരുത്. പിശാച് മോഹന വാഗ്ദാനങ്ങൾ കൊണ്ടുവരും. മനുഷ്യൻ ചൂണ്ടയിടുമ്പോൾ മീൻ്റെ വിചാരം തിരുവോണാന്ന, ചൂണ്ട വലിക്കുമ്പോഴാണ് മനസ്സിലായത് അപകടമാണ്. കപ്പ കത്രികയിൽ വെച്ചിട്ട് മനുഷ്യൻ എലിയെ പിടിക്കും. എലിയുടെ വിചാരം എന്നാ, രാത്രിയിൽ മണ്ണ് മാന്തി തൊലി കളഞ്ഞ് തിന്നാതെ തൊലി കളഞ്ഞ് വെച്ചേക്കണം. എന്ത് സുഖം! കത്രിക കണി വീഴുമ്പോഴാണ് മനുഷ്യൻ മണ്ടത്. ഇതുപോലെ പിശാച് തൊലി കളഞ്ഞു കൊണ്ടുവന്ന് വയ്ക്കും. അപ്പം മനുഷ്യൻ വിചാരിക്കണേ, ഓ എന്നോട് എന്ത് സ്നേഹം, ഈ രാത്രിയിൽ മണ്ണ് മാന്താതെ നഖത്തെ മണ്ണാവാതെ നേരിട്ട് നിന്ന് ഗുഹയിൽ പോയി പറക്കാൻ, മാളത്തിൽ പോയി പറക്കാൻ ഒരുക്കി വെച്ചേക്കണം. ഇത് പിശാച് വലിയ പുള്ളിയ, ഭയങ്കര തന്ത്രശാലിയാ. സ്തോത്രം. തോറ്റവനെ മറ്റുള്ളവരെ തോപ്പിക്കണം എന്ന ആഗ്രഹം. പിശാച് തോറ്റവനാ. കൃപയിൽ നിന്ന് പോയവനെ ഒരാളെ കൃപയിൽ നിന്ന് മാറ്റണം എന്ന ആഗ്രഹം. ഹല്ലേലൂയ. കൃപയിൽ നിൽക്കുന്നവൻ ഒരാളെ കൃപയിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം. അതുകൊണ്ട് സാത്താനെ വളരെ സൂക്ഷിക്കണം. സാത്താൻ അറന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേട്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുകയാണ്. കർത്താവിൽ ചാരിയ മതി, ഒരു ദോഷവും സംഭവിക്കൂല. നമ്മെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പി. കർത്താവിൽ ആശ്രയിക്കുന്ന ആരെയും കർത്താവ് കൈവിടുകയില്ല. അവിടെ എത്തുന്നത് വരെ നമ്മെ നടത്താൻ നമ്മുടെ കർത്താവ് സർവശക്തൻ. ആ പ്രത്യാശയോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.